ഇന്ന് വീണ്ടും നമ്മൾ വന്നേക്കുന്ന ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. ആൻഡ് എടുക്കാൻ പോകുന്ന സിനിമ ഈസ് റെട്രോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൊല്ലങ്ങൾ മുമ്പ് വാരണമായരത്തിന് പോയപ്പോഴാണ് അവസാനം ഒരു സൂര്യപടം തിയേറ്ററിൽ പോയി കണ്ടത്. ആൻഡ് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒരു ബിഗ് സ്ക്രീനിൽ പുള്ളീനെ കാണാനായിട്ട് ഭയങ്കര കിടലുമാണ്. പുള്ളിക്ക് എന്തോരം പ്രായമായെന്നും പണ്ട് കാര്യമില്ല, പുള്ളി ചിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതാണ് വേറൊരു പ്രശ്നം. അത് സിനിമ മനസ്സിലായിക്കോളും. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഒരു പൈങ്കിളി ആയിട്ടുള്ള പ്രേമം, അയ്യോ ഇത് നമ്മൾ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു എലമെന്റും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു റെട്രോ. ആൻഡ് ഈ സിനിമയുടെ പേര് പോലെ തന്നെ ആ ഒരു റെട്രോ സ്റ്റൈലിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഈ KGF അങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം ഈ ഒരു പ്രേമം അങ്ങനത്തെ ഒരു ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു റെട്രോ വൈബിൽ തന്നെയാണ്. അതുകൊണ്ട് എടുത്തു പറയാനായിട്ട് ഈ സിനിമയുടെ അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഒരു കോർ വില്ലൻ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ തന്നെ അവൻ്റെ മണ്ട കണ്ട അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു വില്ലൻ ഇല്ല. സൂര്യ യെസ് ഹി ഗേവ് എവറിത്തിങ്. പുള്ളിക്കാരന് മാത്രം ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 9 കൊടുക്കും 10. ഹീറോയിൻ, സൈഡ് ക്യാരക്ടേഴ്സ്, സ്റ്റോറി ടെല്ലിംഗ് രീതി കൊള്ളാം, പക്ഷെ സ്റ്റോറി ഇറ്റ് സെൽഫ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സിനിമയുടെ അത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട സാധനം, ഇതിലൊരു 15 മിനിറ്റ്സ് സിംഗിൾ ടേക്ക് ഉണ്ട്. അതായത് മറ്റേ ആ പാട്ടുള്ള സംഭവമുള്ള അതൊരു കല്യാണ സീക്വൻസ് ആണ്. അത് ഒരു 3 നിലയോ 3 ഫ്ലോർസ്, അതായത് അവർ നിൽക്കുന്ന ഫ്ലോറ്, മേളത്തെ ടെറസിൻ്റെ അവിടുത്തെ ഷോട്ട്, തിരിച്ചവർ നിൽക്കുന്ന ഫ്ലോറും പിന്നെ ബേസ്മെന്റ് ഫുഡ് കഴിക്കുന്ന ഏരിയയും, ഈ 3 നിലയും കൂടെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവർ സിംഗിൾ ഷോട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം നിങ്ങൾ തിയേറ്ററിൽ പോയാലും അത് കിടിലുമാണ്. കാരണം ദാറ്റ് വാസ് ഡൺ വെരി വെൽ. ഭയങ്കര കിടിലുമായിട്ട് ആ ഷോട്ട് പിടിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വലിയ ക്യാമറക്കാരനും ഇതൊന്നുമല്ല, പക്ഷേ ഞാൻ നോക്കി ഇവന്മാർ ഇത് കട്ട് ചെയ്യുന്നില്ലേ എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇതിന്റെ ഇടയിൽ സൂര്യ അവിടെ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്, പുള്ളി തമാശയായിട്ട് പറയുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, അടി ഉണ്ടാക്കുന്നുണ്ട്, ഹീ ഡസ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തമാശയായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വില്ലന്മാരുള്ള എല്ലാവരും നിൽക്കുമ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കത്തുള്ളൂ, ഒറ്റയ്ക്ക് വരില്ല, ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കും എല്ലാവരും, ഗ്രൂപ്പ് വരും, നമ്മുടെ കല്യാണ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന പോലെ. പിന്നെ സ്പോയിലർ ഒന്നും പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വേഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്കും കുറച്ചങ്ങ് ആയി കഴിയുമ്പോഴേ ഒരു സ്മൈൽ ട്രാൻസിഷൻ ഉണ്ട്. അത് കണ്ടപ്പോഴേ ഞാൻ ഇതൊക്കെ എങ്ങനെ അവർക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നിയെന്ന് ഞാനൊന്ന് ആലോചിച്ചു പോയായിരുന്നു. അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലായിക്കോളും. സ്മൈൽ ട്രാൻസിഷൻ, അത് തന്നെ നിങ്ങൾ തലയിൽ വെച്ചാൽ മതി. ആ വാക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെന്താ, ഈ പാട്ടിൻ്റെ ഇടയിൽ ഞാനൊരു ഫെമിലിയർ ഫേസ് കണ്ടായിരുന്നു. ആരാ? ശ്രേയ, മറ്റേ ശിവജിയിലൊക്കെ അഭിനയിച്ച മറ്റേ പുള്ളിക്കാരത്തിയാണല്ലോ. ഒരു ഐറ്റം നമ്പറാണ് ഈ സിനിമയിൽ, ഒരു ഐറ്റം നമ്പറാണ്. അതൊക്കെ കമ്മിങ് ബാക്ക് ടു ദ മൂവി ഇറ്റ് സെൽഫ്, ജോജു ഭയങ്കര കിടലായിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു കോർ വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ പോലും പുള്ളി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ലിമിറ്റഡ് സ്ക്രീൻ ടൈം, പക്ഷേ ആ റോള് നല്ല രീതിയിൽ ചെയ്തു. നോക്കിക്കഴിയുമ്പോഴത്തേക്കും ജോജുവിന് സൂര്യൻ്റെ അത്രയും പോലും പ്രായമില്ല, പക്ഷേ സൂര്യയുടെ അപ്പനായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. പിന്നെ വന്നേക്കുന്ന ആൾക്കാർ പ്രകാശ് രാജ്, അഗൈൻ സ്ക്രീൻ ടൈം ഇല്ല, ദർ ഇസ് നോട്ട് ഇനഫ് പ്രസൻസ് ഈ ഒരു സിനിമയിൽ. പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു വള്ളിയുണ്ട്, പുള്ളി ആരാന്ന് എനിക്കറിയത്തില്ല, ഏതെങ്കിലും വലിയ ആരെങ്കിലും മോനായിരിക്കും. ഐ എം സോറി, ഐ ഡോണ്ട് നോ ഹൂ ദാറ്റ് പേഴ്സൺ ഇസ്. പക്ഷേ പുള്ളിയായിരുന്നു പിന്നുള്ള ഒരു വില്ലൻ ക്യാരക്ടർ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യ കൊള്ളായിരുന്നു, ബാക്കിയുള്ള ആൾക്കാർ ജോജുവും കൊള്ളായിരുന്നു. വേറെ ആരെയും എടുത്തു പറയാനും മാത്രം വലിയ ഗുണമുള്ള പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സൈഡിലേക്ക് ജയറാം ജസ്റ്റ് ഒന്ന് വന്നും പോയേക്കൊന്ന് നടന്നിട്ടുണ്ട്, പുള്ളിയും ഓക്കെ, മാറ്റി നിർത്തിയേക്കാം. ഈ സിനിമയ്ക്ക് ഞാൻ ഓവറോൾ റേറ്റിംഗ് കൊടുക്കാൻ പോകുന്നത് ഇസ് 6/10. വീണ്ടും ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നില്ല. സോ ഫാൻ ബോയ്സ് ഒക്കെ പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് കമന്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ശരിയാണ്.